നമസ്കാരം, ഞാൻ സുനിൽ സുന്ദർ. എൻ്റെ ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയുന്നത് വാസ്തുവിനെ കുറിച്ചാണ്. വാസ്തു എന്ന് പറഞ്ഞാൽ നിസ്സാരമായി തള്ളിക്കളയേണ്ട. നമ്മുടെ വീട്ടിൽ മിക്ക വീടുകളിലും ഉണ്ടാകുന്ന ഒരു വലിയൊരു പ്രശ്നമാണ്. നമ്മൾ വാസ്തു എല്ലാം കൃത്യമായി നോക്കി ഒരുപാട് വാസ്തു വിദഗ്ധരെ വിളിച്ചു വീട് കാണിച്ചു. പക്ഷേ വീട്ടിലെ ദുരിതങ്ങൾ മാറുന്നില്ല, പൈസ കയ്യിൽ വന്നാൽ നിൽക്കുന്നില്ല, പരസ്പരം ശത്രുത ഉണ്ടാകുന്നു. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ. ഇതെന്തുകൊണ്ടാണ് വരുന്നത്? അതിനെക്കുറിച്ച് വിശദമായി തന്നെ ഇന്ന് ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു കാര്യം, നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ട്. ഇപ്പോൾ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് നിങ്ങൾ വിളിച്ചോളൂ. നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം. ഒരുപാട് പേര് ചോദിക്കുന്ന ചോദ്യമാണ്. നേരിട്ട് ആൾക്കാർ വരുന്നതിൽ കൂടുതൽ ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, വളരെ കഷ്ടപ്പെട്ട് ഒരു വീട് വെച്ചു, ലോൺ എടുത്ത്, എന്തിനു പറയുന്നത്, കെട്ടുതാലി വരെ കൊണ്ട് വിറ്റോ പണയം വെച്ചിട്ടോ ഒരു വീട് വെച്ചു. വാസ്തു വിദഗ്ധനെയൊക്കെ വിളിച്ച് കാണിച്ചു, അവരെല്ലാം പറഞ്ഞ നിർദ്ദേശങ്ങൾ പാലിച്ചു. എന്നിട്ടാണ് ഞങ്ങൾ വീട് വെച്ചത്. പക്ഷെ ആ വീട്ടിൽ താമസമാക്കിയതിന് ശേഷം സർവത്ര ദാരിദ്ര്യമൊന്നും മാത്രമല്ല, അതായത് വന്നുകൊണ്ടിരുന്ന വരവ് പോലും നമുക്ക് നഷ്ടമായി. ഈ വീട് വെക്കുന്നതിന് മുമ്പ് ഒരു 50,000 രൂപ മാസം വന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ അത് 25,000 രൂപയായി കുറഞ്ഞു. മാത്രമല്ല ചെലവ് കൂടി. അത് കൂടുമല്ലോ. കാര്യം എന്ന് വെച്ചാൽ 50,000 രൂപയിൽ അഡ്ജസ്റ്റ് ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്ന ഒരു കുടുംബം ഒരു മാസം 50,000 രൂപ കിട്ടിക്കൊണ്ടിരുന്നു. അതിൽ അഡ്ജസ്റ്റ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന കുടുംബം ഒരു വീട് വെച്ചപ്പോൾ മാക്സിമം ലോൺ എടുത്തു, കടം വാങ്ങിച്ചു, പലിശക്കെടുത്തു, ഉരുപ്പടികളുണ്ടെന്ന് പണയം വെച്ചു. അപ്പോൾ ഇതിൻ്റെയൊക്കെ പലിശ അടയ്ക്കണം. അത് തന്നെ ഏകദേശം ഒരു 10-30,000 രൂപ വരും. പിന്നെ വരുന്ന 10-15 രൂപ കൊണ്ടാണ് ബാക്കി വീട്ടിലെ ഈ 50,000 രൂപ കൊണ്ട് നടത്തിക്കൊണ്ടിരുന്ന ചെലവുകൾ മൊത്തം നടത്തേണ്ടത്. അപ്പോൾ തന്നെ ദാരിദ്ര്യത്തിലേക്ക് പോകും. പക്ഷേ ഈ കിട്ടിക്കൊണ്ടിരുന്ന 50,000-ൻ്റെ പകുതിയായി ഈ വീട്ടിൽ വന്നതിന് ശേഷം വരുമാനം കുറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമ്മൾ താമസിക്കുന്ന ഭൂമിയുടെ ദോഷം കൊണ്ട് അല്ലെങ്കിൽ വീടിൻ്റെ ദോഷം കൊണ്ടാണ്. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് നോക്കുന്ന വാസ്തു. കാര്യം വരുമാനം കുറയുന്നു, അല്ലെങ്കിൽ വരുന്ന പൈസ കയ്യിൽ നിൽക്കുന്നില്ല. അതിന് പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ വാസ്തുവാണ്. വാസ്തുവിൻ്റെ ചില ദോഷങ്ങൾ വന്നു പോയാൽ വരുമാനം കുറയും. അതുപോലെ തന്നെ വരുന്ന പൈസ നിൽക്കില്ല. ഒരു 1000 രൂപ വന്നാൽ 1,500-2,000 രൂപയ്ക്കുള്ള ചിലവ് എവിടെ നിന്നെങ്കിലും ഉണ്ടാകുകയും ചെയ്യും. 1000 രൂപ കടവും കൂടെ നമുക്ക് ഉണ്ടാകും. അത് ചില വാസ്തുദോഷങ്ങൾ കൊണ്ട് ഉണ്ടാകാം. ആ സംശയം ഉള്ളതുകൊണ്ട് വാസ്തുവിൻ്റെ ആൾക്കാരൊക്കെ വിളിച്ച് കാണിക്കുന്നു. അവർ വന്ന് നോക്കുമ്പോൾ അളന്ന് കുറിച്ച് സർവത്ര പ്രശ്നങ്ങൾ നോക്കിക്കഴിഞ്ഞിട്ടും വാസ്തുവിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമ്മളെ വീട്ടിൽ ദുരിതങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ അവിടെയാണ് നമ്മൾ ഭൂമിദോഷത്തെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. ഭൂമിദോഷം എങ്ങനെ വരുന്നു, എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും എല്ലാവരും ചോദിക്കുന്ന ഇതും കൂടി കണക്ട് ചെയ്ത് ചോദിക്കുകയാണ്. വാസ്തു എല്ലാം ഞങ്ങൾ പക്കയായി ചെയ്തു, പക്ഷേ എന്നിട്ട് നമുക്ക് ഈ വീട്ടിൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആദ്യം തുടക്കം പറഞ്ഞതുപോലെ വരുന്ന വരുമാനം പകുതിയായി കുറയുന്നു. അതിനോടൊപ്പം രോഗങ്ങൾ വർദ്ധിക്കുന്നു. അതായത് 25,000 രൂപ വരുമാനം, പക്ഷേ 30,000-40,000 രൂപ മാസം ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ടി വരുന്നു. ലോണുകളെല്ലാം മുടങ്ങുന്നു. ആഹാരത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥ. കുട്ടികൾക്ക് ഫീസ് അടയ്ക്കാൻ പറ്റുന്നില്ല, വണ്ടിയിൽ പെട്രോൾ അടിക്കാൻ പറ്റുന്നില്ല, ഒരു കല്യാണത്തിന് വിളിച്ചാൽ പോകാൻ പറ്റുന്നില്ല, ഒരു മരണത്തിന് വിളിച്ചാൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല. കാര്യം ഇതെല്ലാം ചിലവ് വരുന്ന കാര്യമാണ്. ഒന്നിനും പോകാൻ പറ്റുന്ന, മാനസികമായിട്ട് തകർന്ന് തരിപ്പണമായി. ഭാര്യയും ഭർത്താവും തമ്മിൽ ശത്രുതയിലേക്ക് പോകുന്നു. മക്കൾ പഠിച്ചുകൊണ്ടിരുന്ന മക്കൾക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥയാകുന്നു. സർവത്ര ദാരിദ്ര്യ ദുഃഖങ്ങൾ മാത്രമായി മാറുന്നു. വാസ്തുവിന് ഒരു പ്രശ്നവുമില്ല. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. വാസ്തുദോഷമില്ലെങ്കിലും നമുക്ക് വന്നുകൊണ്ടിരുന്ന വരുമാനങ്ങൾ കുറയാനും രോഗങ്ങൾ വർദ്ധിക്കുവാനും പരസ്പരം വിരോധികളായിട്ട് മാറാനും വാസ്തുദോഷം മാത്രം വേണമെന്നില്ല. വാസ്തുദോഷമില്ല, പക്കയായിട്ടൊരു വാസ്തു പരിഹരിച്ചൊരു വീട് വെച്ചാൽ പോലും ഭൂമി സംബന്ധമായ ദോഷങ്ങളുണ്ടെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാവരും ഉണ്ടാകും. അപ്പോൾ ഇപ്പോൾ എന്നോട് വിളിച്ച് ചോദിച്ച ഒട്ടുമിക്ക ആൾക്കാരും വാസ്തു അവരുടെ വീടിൻ്റെ പ്ലാൻ വരച്ചു എന്ന്, അത് നോക്കുമ്പോൾ ഒരു രീതിയിലും ഒരു കുഴപ്പമില്ല. അതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു വാസ്തുപരമായിട്ടുള്ള ദോഷമില്ല, ഭൂമി സംബന്ധമായ ദോഷങ്ങൾ. അപ്പോഴാണ് പലരുടെയും ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ പലരുടെയും ചോദ്യം അതാണ്, ഭൂമി കൊണ്ട് അങ്ങനെ ദോഷങ്ങൾ വരുമോ സാറെന്നാണ് പലരുടെയും ചോദ്യം. ഭൂമി ദോഷം, അതായത് ഒരു ഭൂമിയിലേക്ക് വീട് വെച്ച് താമസമാക്കി വാസ്തുദോഷമില്ലാതിരുന്നിട്ട് പോലും ആ ഭൂമി ദോഷം കൊണ്ട് സർവ്വതും നഷ്ടപ്പെട്ട് മൂക്കറ്റം കടം കയറി ആത്മഹത്യ ചെയ്ത കുടുംബങ്ങളെ വരെ എനിക്കറിയാം. എനിക്കല്ല, നമുക്കെല്ലാവർക്കും അറിയാം. കടമുറ്റി കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ആത്മഹത്യ ചെയ്യും. നിവൃത്തിയില്ല. ഇതെങ്ങനെ തിരിച്ചു കൊടുക്കും എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ഒരു സ്ഥലം വാങ്ങിക്കുമ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്.
ഒരു സ്ഥലം വാങ്ങിച്ചു, മോശപ്പെട്ട സ്ഥലം വാങ്ങിച്ചിട്ട് അവിടെ വാസ്തു പരിഹരിച്ച് ദോഷങ്ങളൊന്നും ഇല്ലാതെ ഒരു വീട് വെച്ചാൽ പോലും ആ വീട്ടിൽ നമുക്ക് സന്തോഷമോ സമാധാനമോ ഉണ്ടാകില്ല. ആ വീട്ടിൽ തന്നെ നമ്മുടെ ജീവൻ എരിഞ്ഞടങ്ങേണ്ടി വരും. നമ്മുടെ മാത്രമായിരിക്കില്ല, നമ്മുടെ കുടുംബാംഗങ്ങൾ മൊത്തത്തിലെ. ഭൂമിദോഷം അത്ര ഭീകരമാണ്. നമ്മൾ അറിയാതെയൊക്കെയാണ് പോയി വാങ്ങിക്കുന്നത്. അപ്പം നമ്മളൊരു വീട് വെക്കാനായി ഒരു ഭൂമി വാങ്ങിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ടും ആദ്യവും നമ്മൾ പരിശോധിക്കേണ്ടത് ആ ഭൂമിയിൽ വീട് വെക്കാൻ സാധിക്കുമോ എന്നുള്ളതാണ്. അതായത് ഒരു മനുഷ്യവാസത്തിന് പറ്റുമോ എന്നുള്ളതാണ്. മനുഷ്യന് വസിക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് എനർജി ഉള്ളിടത്ത് മാത്രമേ മനുഷ്യന് താമസിക്കാൻ സാധിക്കുകയുള്ളൂ. നെഗറ്റീവ് കൂടിയ സ്ഥലത്ത് പോയാൽ മനുഷ്യന് തലവേദനയും അസ്വസ്ഥതയും ശാരീരികമായ ബുദ്ധിമുട്ടും, അതോടുകൂടി അവൻ്റെ സ്വഭാവം മാറുന്നു, അവൻ്റെ ആരോഗ്യം നഷ്ടപ്പെടുന്നു, പിന്നെ സർവ്വത്ര പ്രശ്നങ്ങൾ, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം അതുവഴിയാണ് ഉണ്ടാകുന്നത്. അപ്പം നല്ല പോസിറ്റീവ് എനർജിയുള്ള ഭൂമി നമ്മൾ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക, ആദ്യം ചെയ്യേണ്ടതാണ്. അല്ലാതെ ഫുൾ നെഗറ്റീവായിട്ടൊരു ഭൂമിയിൽ കൊണ്ട് ഇനി എങ്ങനെ നമ്മൾ ഉത്തമമായിട്ടൊരു വീട് വെച്ചാൽ പോലും വീട് നന്നായിരിക്കും. എന്താണ് വാസ്തു എന്ന് വെച്ചാൽ ചുറ്റുപാടുമുള്ള പോസിറ്റീവ് എനർജി അതിനൊരു കുറവും സംഭവിക്കാതെ നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്നതിനുള്ള ജനലുകളും വാതിലുകളും ബാക്കി സ്ഥാനങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നതാണ് വാസ്തുശാസ്ത്രം. അതനുസരിച്ച് നമ്മളൊരു വീട് വയ്ക്കുന്നു. പക്ഷെ വാസ്തു വെച്ച് കഴിഞ്ഞാൽ ഈ പോസിറ്റീവ് എനർജി സ്വയം ഉത്ഭവിച്ച് വരുമെന്ന് പറയുന്നില്ല. അന്തരീക്ഷത്തിലുള്ളത്, അതായത് നമ്മുടെ ഭൂമിയിലെ അന്തരീക്ഷം എന്ന് പറയുന്നത് ഫുൾ പോസിറ്റീവ് ആയിരിക്കണം, നെഗറ്റീവ് പാടില്ല. അപ്പം നമ്മൾ എന്താണ് സംഭവിക്കുന്നത്? അപ്പം നെഗറ്റീവ് എനർജി ഉള്ള ഒരു ഭൂമിയിൽ വീട് വയ്ക്കുമ്പോൾ നമ്മുടെ വീടിനകത്തേക്കും ഈ നെഗറ്റീവ് തന്നെ കടന്നു വരുന്നു. ആ വീട്ടിൽ നമ്മൾ ആഹാരം പാകം ചെയ്ത് കഴിക്കുന്നു, വിശ്രമിക്കുന്നു, അന്തി ഉറങ്ങുന്നു. ഒട്ടും താമസിക്കാതെ നമ്മളും നെഗറ്റീവ് സ്വഭാവമുള്ള ആൾക്കാരായി മാറുന്നു. മറ്റുള്ളവരോടൊപ്പം സഹകരിക്കാൻ പറ്റുന്നില്ല. എന്തിനോടൊന്ന് വീട്ടിലുള്ളവർ പോലും പരസ്പരം ശത്രുക്കളായി മാറുന്നു. അപ്പോൾ പ്രധാനം വാസ്തു രണ്ടാമതാണ്. ആദ്യം നമ്മൾ വീട് വയ്ക്കുന്ന ഭൂമി അത് ശുദ്ധമാണോ, അത് നല്ല പോസിറ്റീവ് എനർജി ഉള്ളതാണോ എന്ന് മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുക. കാര്യം ഒരുപാട് വീഡിയോ ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതുപോലുള്ള വാസയോഗ്യമല്ലാത്ത വസ്തുക്കൾ വാങ്ങിച്ചിട്ട് ബിസിനസ്സുകൾ തകർന്ന് തരിപ്പണമായി. അദ്ദേഹം വലിയ മുതലാളിയായിരുന്നപ്പോൾ അദ്ദേഹത്തിനോടൊപ്പം ജോലി ചെയ്തുകൊണ്ടിരുന്ന തൊഴിലാളിയുടെ കൂട്ടത്തിൽ വീണ്ടും തൊഴിലാളിയായി പോകേണ്ടി വന്ന മുതലാളിമാരുടെ ചരിത്രങ്ങൾ, അതുപോലെ ആത്മഹത്യ ചെയ്തവരുടെ ചരിത്രങ്ങൾ, കടം മുറ്റി നാട് വിട്ടുപോയവരുടെ ചരിത്രങ്ങൾ, ലക്ഷങ്ങളല്ല കോടികൾ സമ്പാദ്യമായി ഉണ്ടായിരുന്നവർ ഇന്ന് ഭിക്ഷക്കാരെ പോലെ ജീവിക്കുന്ന അവസ്ഥ, ഇതെല്ലാം ഈ ഭൂമിദോഷം കൊണ്ട് വരാറുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ പോയി പരിഹരിച്ചിട്ടുള്ളതും പരിഹരിക്കാൻ പറ്റാതെ അന്തം വിട്ട് തിരിച്ചു പോയിട്ടുള്ളതുമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ ഞാൻ എൻ്റെ ഈ ചാനൽ കൂടി അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, എല്ലാവരും വാസ്തു പരിഹരിച്ച് ഒരു വീട് വയ്ക്കും. അത് രണ്ടാം സ്ഥാനമേ ഉള്ളൂ വാസ്തുവിന്. ആ വീട് വാസ്തു പരിഹരിച്ച് വെക്കുന്ന വീടിരിക്കുന്ന ഭൂമിക്ക് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുക്കണം. ഒരു ദോഷങ്ങളും ഇല്ലാത്ത ഭൂമിയായിരിക്കണം. അപ്പോൾ എങ്ങനെയാണ് ഒരു ഭൂമി ദോഷമാകുന്നത് അതുകൂടി പറഞ്ഞിട്ട് ഞാൻ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കാം. അതായത് ശ്മശാന ഭൂമികൾ അതിൽ ഫുൾ നെഗറ്റീവായിരിക്കും. അതുപോലെ അപമൃത്യു സംഭവിച്ചു പോകുന്ന ആൾക്കാരുടെ അടക്കം ചെയ്യുക, ആ ഭൂമിയിൽ അടക്കം ചെയ്തിട്ടുള്ള ഇപ്പോൾ സ്വാഭാവിക മരണമാകട്ടെ, ഞാനിപ്പോൾ പറഞ്ഞത് അസ്വാഭാവിക മരണം, ആത്മഹത്യ, കൊലപാതകം, അപകട മരണം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നവരെ കൊണ്ടടക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷമായി വരും. അതെങ്ങനെ വരുമെന്ന് വെച്ചാൽ അവരുടെ കർമ്മങ്ങൾ കൃത്യമായി നമ്മൾ ചെയ്തു കൊടുക്കില്ല. സാധാരണ ചെയ്യുന്ന കർമ്മങ്ങൾ പോലെ അല്ല ഇതേ കണക്ക് അകാല മൃത്യു സംഭവിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അത് ചെയ്യില്ല. അങ്ങനെയുള്ള ഭൂമി താമസിക്കുന്നവർക്കും ഈ സോളിൻ്റെ ദോഷം ഉണ്ടാകാം. എന്നാൽ സാധാരണഗതിയിൽ മരിക്കുന്നവർക്ക് ചിലർക്കൊന്നും ഒരു രീതിയിലുള്ള ഒരു ചടങ്ങുകളും ചെയ്തു കൊടുക്കാറില്ല. വിശ്വാസമില്ല എന്ന് പറയും. മരിച്ചു, അവരുകൊണ്ട് നടക്കാൻ ചെയ്യുമ്പോൾ പിന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ ഒരു വർഷത്തിലൊരിക്കലെങ്കിൽ എന്തെങ്കിലും പോയി ചെയ്താലായി, എന്തെങ്കിലും കാട്ടിക്കൂട്ടിയാലായി, ഇല്ലെങ്കിൽ അവസ്ഥ. അങ്ങനെ വരുന്നത് മോക്ഷപ്രാപ്തി കിട്ടാതെ അലഞ്ഞു നടക്കുന്ന ആത്മാക്കൾ. അതുപോലെ ഈ കൂടപത്രങ്ങളൊക്കെ ചില ഭൂമിയിൽ ചില ആൾക്കാർ കുഴിച്ചിടാറുണ്ട്. അതൊന്നും കള്ളമൊന്നും പറഞ്ഞ് അങ്ങനെയൊന്നും ഇല്ലാന്നൊന്നും പറഞ്ഞ് നമുക്ക് നിസ്സാരവൽക്കരിക്കാൻ പറ്റില്ല. അനുഭവങ്ങൾ അത് വിശ്വസിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെ ഒരു ഭൂമിയിൽ താമസിക്കുന്നവരെ അവിടെ നിന്ന് ഓടിക്കുവാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള കർമ്മങ്ങൾ ചെയ്ത് ആ ഭൂമിയിലൊക്കെ അവിടെ പല സാധനങ്ങൾ കുഴിച്ചിടുന്നവരുണ്ട്. ഈ ആൾക്കാർ ഓടിപ്പോവുകയും ചെയ്യും. പിന്നീട് രണ്ടാമത് വന്ന് താമസിക്കുന്നവർക്ക് ഈ ദോഷം അവരിലേക്കും വരാം. ഇങ്ങനെ ഉള്ള ഒരുപാട് എണ്ണത്തിൽ ഭൂമികൾ ദോഷമാകാറുണ്ട്.
അങ്ങനെയുള്ള ഭൂമി നമുക്ക് നന്നാക്കി എടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും ഭൂമി എന്ന് പറഞ്ഞാൽ ഭൂമി ഉണ്ടായ കാലം മുതൽ ആ ഭൂമിക്കൊരു ദോഷവുമില്ല, ഭൂമിയുടെ ഒരു തരി മണ്ണിന് പോലും ദോഷമില്ല. പക്ഷേ മനുഷ്യൻ്റെ ചില പ്രവൃത്തികൾ, അതുകൊണ്ടാണ് ഭൂമികൾ മലിനമായി പോകുന്നത്. അതിനെ കർമ്മങ്ങളിൽ കൂടി നമുക്ക് ശുദ്ധമാക്കി മനുഷ്യവാസത്തിന് യോഗ്യമായ വിധത്തിൽ നല്ല പോസിറ്റീവ് എനർജിയുള്ള ഭൂമിയാക്കി മാറ്റുവാൻ സാധിക്കും. വാസ്തു 2ാം സ്ഥാനം കൊടുക്കുക. നമ്മൾ വാങ്ങിക്കുന്ന ഭൂമി നമുക്ക് ഒരു വീട് വെച്ച് നമുക്കും നമ്മുടെ കുടുംബത്തിനും സന്തോഷമായി താമസിക്കാൻ പറ്റുന്ന വിധത്തിലുള്ള എനർജി ഉണ്ടോ എന്നാണ് നിങ്ങൾ ആദ്യം പരിശോധിക്കേണ്ടത്. അങ്ങനെ പരിശോധിച്ചതിന് ശേഷം ആ ഭൂമിയിൽ തെറ്റുകൾ കൂടാതെ വാസ്തു കൃത്യമായി അനുസരിച്ചു കൊണ്ടൊരു വീട് വെച്ചാൽ എത്ര കടങ്ങും, എത്ര ദാരിദ്ര്യ ദുഃഖങ്ങളും, എത്ര രോഗദുരിതങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം നല്ല പരിഹാരങ്ങൾ നിങ്ങൾക്ക് കിട്ടും. അതിനൊരു സംശയവും വേണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ. നിങ്ങൾക്ക് ജ്യോതിഷപരമായോ വാസ്തുപരമായോ എന്തെങ്കിലും കാര്യങ്ങൾ അറിയണമെന്ന് ഞാൻ പറഞ്ഞാൽ മതി എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന എൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഈ നമ്പറിലേക്ക് വിളിച്ചോളൂ. 1-2 ചെറിയ കാര്യങ്ങളുണ്ട്, അതനുസരിച്ച് നിങ്ങൾ ബുക്ക് ചെയ്യണം. അങ്ങനെ നിങ്ങൾ ബുക്ക് ചെയ്താൽ നിങ്ങൾ ചോദിക്കുന്ന ജ്യോതിഷപരമോ വാസ്തുപരമോ കാര്യത്തിന് മറുപടി ഞാൻ നിങ്ങൾക്ക് തരാം. അത് കേട്ടിട്ട് നിങ്ങൾക്ക് തിരിച്ച് വിളിക്കുകയും ചെയ്യാം. അതുപോലെ നിങ്ങളുടെ വീടിനോ നിങ്ങളുടെ ഭൂമിക്കോ വാസ്തുദോഷമോ ഭൂമിദോഷമോ പ്രേതബാധ ദോഷങ്ങൾ, സർപ്പദോഷങ്ങൾ, ശത്രുദോഷങ്ങൾ, ഇങ്ങനെയുള്ള ഒരുപാട് ദോഷങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ വീട്ടിൽ ഭയങ്കര ദുരിതങ്ങളായിരിക്കും, കഷ്ടപ്പാടുകളായിരിക്കും. അങ്ങനെയുള്ള ഭൂമികൾ പരിശോധിക്കാൻ പലരും പറയുന്നുണ്ട്. അത് ഞങ്ങളെപ്പോലുള്ളവർ അവിടെ വന്ന് ആ ഭൂമിയിൽ നേരിട്ട് വന്ന് പരിശോധിക്കുന്നതാണ് ഉത്തമം. അങ്ങനെ എന്തെങ്കിലും കുഴപ്പം നിങ്ങൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ വരാതിരിക്കട്ടെ. വന്നുപോയ ഭയങ്കര ദുരിതമാണ് കേട്ടോ, വരാതിരിക്കട്ടെ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അത് ഞാൻ വന്ന് പരിശോധിച്ചാൽ മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഈ കാണുന്ന നമ്പറിലാണ് വിളിക്കേണ്ടത്. വിളിച്ചോളൂ. അതിന് ഏത് ജില്ലയിലാണെങ്കിലും മറ്റൊരു സ്റ്റേറ്റിലാണെങ്കിലും സമയക്രമം അനുസരിച്ച് ഉറപ്പായിട്ട് ഞാൻ അവിടെ വന്ന് കണ്ട് അതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും ചെയ്തു തരാം. അതുപോലെ ജ്യോതിഷം ചില ആൾക്കാർക്ക് നേരിട്ട് വന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. അങ്ങനെയുള്ളവർ തിരുവനന്തപുരത്ത് വരണം. തിരുവനന്തപുരത്താണ് എൻ്റെ ഓഫീസ് വരുന്നത്. അവിടെ വന്നാൽ നമുക്ക് നേരിട്ട് തന്നെ ജ്യോതിഷം പരിശോധിക്കാം. അങ്ങനെ വരുന്നവരും ഈ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്ത് സമയം ഒന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം വരാൻ ശ്രമിക്കുക. ഇതെൻ്റെ ഓഫീസിലെ ഓൺലൈൻ ബുക്കിംഗ് നമ്പറാണ്. ഇത് എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5:30 മണി വരെ ഈ നമ്പർ വിളിച്ച് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം. നിങ്ങൾ എൻ്റെ ചാനൽ സ്ഥിരമായിട്ടൊന്ന് കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എനിക്ക് വേണ്ടുന്ന എല്ലാവിധ പ്രോത്സാഹനങ്ങൾ തരികയും വേണം. നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ അംഗത്തിനും എല്ലാവിധ ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനവും ദീർഘായുസ്സും ഈശ്വരൻ തരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.